ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ അകത്ത് ബാത്റൂമിൽ കൊടുത്തിരിക്കുന്ന മൾട്ടി ട്രാപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഫുൾ ഡീറ്റെയിൽ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ സാധാരണ രീതിയിൽ മൾട്ടി ട്രാപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം ബാത്റൂമിൻ്റെ അകത്ത് സ്മെല്ല് വരുന്നത്, അതുപോലെ തന്നെ ബ്ലോക്ക് വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ മൾട്ടി ട്രാപ്പിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് അതെല്ലാം ഒഴിവാക്കിയെടുക്കാൻ സാധിക്കൂ. ഇത് നമ്മൾ വേറെ ഒന്നുമില്ല, നമ്മൾ ബാത്റൂമിൽ കുളിക്കുന്ന വെള്ളം കാര്യങ്ങളെല്ലാം വാഷ് ബേസിൻ ഉണ്ടെങ്കിൽ വാഷ് ബേസിൻ, കുളിക്കുന്ന വെള്ളം കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്നതിന് ഈ പറയുന്ന ഡിവൈസിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്നതാണ് നമുക്ക് 2 ഇഞ്ച് ഔട്ടാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടോ ചെറിയൊരു പോർഷൻ കണ്ടോ? ഇതാണ് പകുതി കുറച്ച് വെള്ളം അതിൻ്റെ അകത്ത് എപ്പോഴും കെട്ടി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവണം. ഈ അവസ്ഥയിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് ഒരു ട്രാപ്പ് പോലെ വർക്ക് ചെയ്തിട്ട് സ്മെല്ല്, അതായത് കുഴിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പൈപ്പിൽ നിന്ന് വരുന്ന സ്മെല്ല് കാര്യങ്ങൾ ബാത്റൂമിലേക്ക് വരാതെ നോക്കുന്നത് ഈ പറയുന്ന ഒരു പോർഷനാണ്. കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി വെള്ളം ഫിക്സ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ഏരിയയിൽ വെള്ളം ഇതിൽ വന്നാണ് അതിൻ്റെ ആ എയർ ടൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് ടൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഏരിയയാണ് ഈ കാണുന്നത് കണ്ടോ. അതിനൊരു സെപ്പറേറ്റ് ഒരു പോർഷൻ വെച്ചതിന് ശേഷം അത് അതിൻ്റെ ആ ഏരിയയിൽ കണ്ടോ, ഈ ഏരിയയിൽ അടിയിൽ വെള്ളത്തിൽ മുട്ടി, അതായത് വെള്ളം ഇതിൽ കുറച്ച് ഉണ്ടാവും എന്ന് പറഞ്ഞു. കുറച്ച് എപ്പോഴും ആ വെള്ളം കുറച്ച് ഫുള്ള് പോയി തീരില്ല, കുറച്ച് വെള്ളം അതിൻ്റെ അകത്ത് ഏകദേശം ഒരു ഇഞ്ചോളം വെള്ളം അതിൻ്റെ അകത്ത് ഉണ്ടാവും. ആ വെള്ളത്തിൽ മുട്ടിയിട്ടാണ് ഇത് നിൽക്കുന്നത്, ആ പറയുന്ന പോർഷൻ നിൽക്കുന്നത്. ആ ചെറിയൊരു പീസാണ് ജസ്റ്റ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അത് ജസ്റ്റ് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ നമുക്കത് ആ പീസ് നമുക്ക് കിട്ടും. കണ്ടോ, ഇതാണ് അതിൻ്റെ രീതി വരുന്നത്. അതായത് ഈ പോർഷനിൽ അത്രയും ഭാഗം മാത്രം ആ 1 ഇഞ്ചോളം കനത്തിൽ വെള്ളം കെട്ടി നിന്നിട്ട് ആ വരുന്ന ഏരിയയിൽ ഇത് അതിനേക്കാൾ കുറച്ചുകൂടി താഴ്ന്നതായിരിക്കും അത് നിൽക്കുന്നത്, ഈ പോർഷൻ നിൽക്കുന്നത്. അപ്പോൾ കുഴിയിൽ നിന്ന് വരുന്ന സ്മെല്ല് ഈ വെള്ളം മുകളിലായിട്ടും കുഴിയിൽ വരുന്ന സ്മെല്ലിന് വരുന്ന ആ പൈപ്പ് നിൽക്കുന്നത് താഴെയായിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന കുഴിയിൽ നിന്ന് വരുന്ന സ്മെല്ല് കാര്യങ്ങളെല്ലാം വെള്ളത്തിൽ ഇടിച്ച് നിൽക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് ശരിക്കും ആ കുഴിയിൽ നിന്നുള്ള സ്മെല്ല് ബാത്റൂമിൻ്റെ അകത്തേക്ക് കയറാതെ നോക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഒരു ലക്ഷ്യം കണ്ടോ, അതായത് നമുക്കത് ചെറിയൊരു ക്യാപ്പ് പോലെ നമുക്കത് ഊരിയെടുക്കാം. ഊരിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ക്ലീനിങ് കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങൾ സുഖമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുന്നതിന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബ്ലോക്ക് ആവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരിക്കലും അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കുഴിയിൽ നിന്ന് വരുന്ന സ്മെല്ല് നേരെ നമ്മുടെ ബാത്റൂമിലേക്ക് സ്പ്രെഡ് ആവും. അതായത് വെള്ളത്തിൽ ടച്ച് ചെയ്ത് നിൽക്കാതെ, വെള്ളത്തിൽ ഇടിച്ച് നിൽക്കാതെ നേരെ ഇതിലൂടെ റിലീസ് ചെയ്ത് ബാത്റൂമിലേക്ക് വരും. അങ്ങനെയാണ് ബാത്റൂമിൽ കൂടുതലും സ്മെല്ല് വരാനുള്ള ചാൻസസ്. ഈ ട്രാപ്പിൽ നിന്നും ഈ പറയുന്ന ആ ക്യാപ്പ് പോയിട്ടുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈലിടുന്ന സമയത്ത് ഈ ടൈല് അവർ ലെവൽ ചെയ്യുന്ന സമയത്ത് വരുന്ന പരിക്കും കാര്യങ്ങളെല്ലാം ഈ ട്രാപ്പിലേക്ക് വന്ന് അടിഞ്ഞു കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ പരിക്കനായതുകൊണ്ട് അതിൻ്റെ അകത്ത് കടന്ന് സെറ്റാവും. അപ്പോൾ നമ്മൾ ഫിനിഷിങ് സ്റ്റേജിൽ ഇതിൻ്റെ അകത്തുനിന്ന് ആ പരിക്കൻ ചെറുതായിട്ട് നീക്കം ചെയ്യണം. കുത്തിക്കളയോ ട്രാപ്പ് പൊട്ടാതെ, ഈ ഡിവൈസ് ട്രാപ്പ് പൊട്ടാതെ കുത്തിക്കളയോ കാര്യങ്ങൾ ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ വെള്ളം പോവില്ല, വെള്ളം ബ്ലോക്കായിട്ട് അതിൽ കുറച്ച് വെള്ളമായിരിക്കും പോകുന്നത്. നമ്മൾ പെട്ടെന്ന് അറിയാൻ സാധിക്കില്ല. കുറച്ച് നാളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് ട്രാപ്പ് ബ്ലോക്കായി പോകും. കാരണം അടിയിൽ സിമെൻറ്റ് വന്ന് ഫുൾ കട്ടയായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഫിനിഷിംഗ് സ്റ്റേജിൽ നമ്മൾ താമസിക്കുന്നതിന് മുന്നേ ബാത്റൂം ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ട്രാപ്പിൻ്റെ അകത്തു നിന്ന് ഈ പറയുന്ന എന്തെങ്കിലും പരിക്കനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം ഒരു കനം പിടിച്ച ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ സെറ്റായിട്ടുണ്ടാകും. കാരണം ടൈല് കാര്യങ്ങൾ ലെവൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തേക്കാണ് അവർ ലെവൽ ചെയ്ത് ചിലപ്പോൾ ഇടാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തായിരിക്കും ഈ പറയുന്ന ആ ലെവലിൽ പരിക്കൻ ടൈറ്റ് ആയിരിക്കും. അപ്പോൾ വെള്ളം വളരെ കുറച്ചായിരിക്കും പോവുക, ചിലപ്പോൾ ഫുള്ള് പോവില്ല. ഫുൾ ട്രാപ്പ് പോവാത്ത അവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് വെള്ളം പോകുന്ന സമയത്ത് നമ്മൾ ട്രാപ്പിനെ സംശയിക്കില്ല. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കില്ല. കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് വല്ല മുടിയോ അതുപോലെ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ മൊത്തമായിട്ടാണ്ട് അടഞ്ഞു കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോഴായിരിക്കും നമ്മളിത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കത് ട്രാപ്പിൽ നിന്നുള്ള ആ പരിക്കും കാര്യങ്ങളും മാറ്റാൻ സാധിക്കും. പിന്നെ സൈഡിൽ കൊടുത്തിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും 3 1.5 ഇഞ്ച് പൈപ്പ് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. വേറെ ഒന്നുമില്ല, നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന വാഷ് ബേസൻ, അതുപോലെ തന്നെങ്കിൽ വേറെ സെപ്പറേറ്റ് വേണമെങ്കിൽ രണ്ടാമത്തെ ട്രാപ്പ് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ, അതായത് 2 സെക്ഷനായിട്ട് തിരിച്ച് ഒന്ന് താഴ്ത്തിയും പൊക്കിയുള്ള ബാത്റൂമിൽ ചെയ്യുന്നത് അതിലേക്ക് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് പറഞ്ഞാൽ 3 സൈഡിൽ നിന്നും ഒരു ബ്രാഞ്ച്, 3 സൈഡിൽ നിന്നും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പൈപ്പുകൾ കണക്ട് ചെയ്യാം. അതിൽ നിന്നും 2 ഇഞ്ച് ഔട്ടായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ട്രാപ്പിനെ കുറിച്ചിട്ടും ട്രാപ്പിനെ എങ്ങനെ കൊടുക്കണമെന്നും അതിൻ്റെ ബ്ലോക്ക് വരാതെ എങ്ങനെ നോക്കാമെന്നും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ ഈ കാണുന്ന ആളുകളെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ ഇത് കാണുന്നത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, എന്നാലും നമുക്കിതുപോലുള്ള മോട്ടിവേഷനുള്ള വീഡിയോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് കൂടി ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.